ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീക്ക് ഓപ്പണിംഗ് ആണ്. ഏഷ്യയിൽ ഹോങ്കോങ് മാത്രമാണ് ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. മറ്റ് മാർക്കറ്റുകൾ, മെജോറിറ്റി മാർക്കറ്റുകളും ഇന്ന് ഹോളിഡേ പ്രമാണിച്ച് ക്ലോസ്ഡ് ആണ്. ഇന്നലെ അമേരിക്കയിലും യൂറോപ്പിലും മൈനർ സെല്ലിംഗ് പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. യൂറോപ്പിലും അമേരിക്കയിലും എല്ലാ ഇൻഡെക്സുകളും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം വീണ്ടും വഷളാവുകയാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ പ്രൈസ് ഇന്നലെ വീണ്ടും ജമ്പ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $114 പെർ ബാരലിനടുത്താണ്. ഒപ്പം ഇന്നലത്തെ സെല്ലിംഗ് പ്രഷർ നോക്കുകയാണെങ്കിൽ പൊതുവെ കഴിഞ്ഞ ആഴ്ചയിൽ മുന്നേറിയിട്ടുള്ള ടെക്നോളജി സ്റ്റോക്കുകളിലാണ് ഇന്നലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുള്ളത്. വളരെ ചുരുക്കം ചില കമ്പനികൾ മാത്രമാണ് ഇന്നലെ പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ, ഒപ്പം ഫ്ലാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി ചിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന സാൻ ഡിസ്ക്, അതുപോലെ തന്നെ മൈക്രോൺ, ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം ഇന്നലെ സൗത്ത് കൊറിയയിലെ SK ഹൈനിക്സും പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാംസങ് ഇലക്ട്രോണിക്സും റെക്കോർഡ് ഹൈ തന്നെയായിരുന്നു. അപ്പോൾ പൊതുവെ ഹാർഡ്വെയർ റിലേറ്റഡ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ റിലേറ്റഡ് സ്റ്റോക്കുകളിലാണ് ഒരു ബൈയിങ് കാണുന്നത്. അതേസമയം മറ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ ചെറിയ സെല്ലിംഗ് പ്രഷർ അറ്റ് എവരി റൈസിൽ കാണുന്നുണ്ട്. അതേസമയം ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വീണ്ടും വഷളാവാണ്. ഇറാൻ ഇന്നലെ UAE റിഫൈനറിക്ക് നേരെയൊക്കെ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷിപ്പുകൾക്ക് നേരെയും ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ട്. US ഇറാന്റെ വെസൽസിനെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സംഘർഷം തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ വൊളാറ്റിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും അത്തരത്തിലുള്ള സിറ്റുവേഷൻ തന്നെയാണ്. ഇതിന്റെ ഇമ്പാക്റ്റിൽ ഇന്നലെ കമോഡിറ്റികളും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ ഗോൾഡ് ട്രേഡ് ചെയ്യുന്ന $4,540 പെർ ഔൺസിനാണ്. ഒപ്പം സിൽവർ $77.76 പെർ ഔൺസിനാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്ന $114 പെർ ബാരലിനടുത്താണ്. ഇന്നലെ ഇന്ത്യൻ രൂപ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 95.33 രൂപ പെർ ഡോളർ വരെയൊക്കെ താഴെ പോയിരുന്നു. ഇന്നലെ 94.94 രൂപ പെർ ഡോളറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വീണ്ടും ഒരുപക്ഷെ താഴെ പോകാനുള്ള സാധ്യതകളുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ വൊളാറ്റിലിറ്റി തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിലും ചെറിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി വീണ്ടും ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ, ഇന്ത്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന റിസൾട്ടുകളെല്ലാം തന്നെ മെജോറിറ്റി ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. ഇന്നലെ റിസൾട്ടുകൾ പുറത്തുവിട്ടുള്ള കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ BHEL ഇന്നലെ ട്രേഡിംഗ് അവേഴ്സിലാണ് വന്നത്. എക്സലന്റ് Q4 റിസൾട്ടാണ് ഇന്നലെ BHEL കാഴ്ചവെച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റമൊക്കെ BHEL സ്റ്റോക്ക് പ്രൈസിൽ ഇന്നലെ കണ്ടിരുന്നു. ഒപ്പം ശോഭ ലിമിറ്റഡ് എക്സലന്റ് റിസൾട്ടാണ്. ടാറ്റ ടെക്നോളജീസ് നല്ല റിസൾട്ടാണ്. മണപ്പുറം ഫൈനാൻസ് നല്ല റിസൾട്ടാണ്. ജിൻഡാൽ സ്റ്റെയിൻലെസ് നല്ല റിസൾട്ടാണ്. വൊക്കാട്ട് ടേണറൗണ്ട് സ്റ്റോറിയാണ്. വൊക്കാട്ടും എക്സലന്റ് റിസൾട്ടാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, RT ഇൻഡസ്ട്രീസ്, ഇത്തരത്തിലുള്ള കമ്പനികളും നല്ല Q4 ആനുവൽ റിസൾട്ടുകളാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ നോളജ് മറൈൻ, അവരുടെ സബ്സിഡറി ഉണ്ട് നോളജ് ഷിപ്പ് യാർഡ്, 15 ഏക്കേഴ്സ് ലാൻഡ് പൽഗാർ മഹാരാഷ്ട്രയിലെ എക്സ്പാൻഷന് വേണ്ടി അക്വയർ ചെയ്തിട്ടുണ്ട്. നോളജ് മറൈനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് ആണ്. മേഘമണി ഓർഗാനിക്സ് നാനോ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. EMS ലിമിറ്റഡ് 144 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് UP ജൽ നിഗത്തിൽ നിന്നാണ്. റെയിൻബോ ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ 60 ബെഡ് ഉള്ളൊരു ഹോസ്പിറ്റൽ കർണാടകയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആഫ്കോൺ ഇൻഫ്ര 373 കോടി രൂപയുടെ ഓർഡറാണ് ഏപ്രിലിൽ ബാഗ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡൈനാക്കോൺ സിസ്റ്റംസ് 751 കോടി രൂപയുടെ ഓർഡർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ച്. ഇന്ന് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ മേജറായിട്ട് L&T, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹീറോ മോട്ടോ കോർപ്പ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഫുനാഫാല ഫിൻകോർപ്പ്, അതോടൊപ്പം തന്നെ ധാരാളം കമ്പനികൾ ഇന്ന് Q4 റിസൾട്ടുകളും അതുപോലെ തന്നെ ആനുവൽ റിസൾട്ടുകളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. ആ റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ള മൂവ്മെന്റ് ഒക്കെ അതാത് സ്റ്റോക്കുകളിൽ കാണാനായിട്ട് സാധിക്കും. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ വൊളാറ്റിലിറ്റിയാണ് നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്.
നിഫ്റ്റിയൊക്കെ ഒരുപക്ഷെ 24,000 ലെവൽ വരേക്കൊക്കെ താഴാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഒരു ഡിസ്കഷനിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ്. എന്നിരുന്നാലും ഒരു വൊളാട്ടിലിറ്റി എക്സ്പെക്റ്റ് ചെയ്യണം. ഈ വൊളാട്ടിലിറ്റിന് ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ ധാരാളം സ്റ്റോക്കുകൾ വളരെ ഫേവറബിൾ ആയിട്ടുള്ള വാല്യുവേഷൻ ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് HDFC ബാങ്ക്, ഇൻഫോസിസ്, ITC, അതോടൊപ്പം തന്നെ അഡാനി പോർട്ട്, ഹിൻഡാൽകോ, ടൈറ്റാൻ, വേദാന്ത അലുമിനിയം. ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന വേദാന്ത അലുമിനിയം അറൗണ്ട് 400-450 റേഞ്ചിലൊക്കെയാണ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ള എക്സ്പെക്ടേഷനാണുള്ളത്. ഒപ്പം അലുമിനിയം റിലേറ്റഡ് കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലത്തെ അലുമിനിയം സപ്ലൈ കുറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഗ്ലോബലി എല്ലാ അലുമിനിയം കമ്പനികൾക്കും ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കാറ്റഗറിയിൽ നോക്കുകയാണ് ഹിൻഡാൽക്ക, ഗ്ലോബൽ പ്ലാന്റുകളുള്ള ഹിൻഡാൽക്ക, പ്രത്യേകിച്ച് US പ്ലാന്റുള്ള ഹിൻഡാൽക്കോ വളരെ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത് അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ ഇനി ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന 2 മാസത്തിനുള്ളിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന വേദാന്ത അലുമിനിയം, ഒപ്പം നാഷണൽ അലുമിനിയം കമ്പനി, അതോടൊപ്പം തന്നെ ഒരു ഡൈവേഴ്സിഫൈഡ് ജുവലറി കോൺഗ്ലോമറേറ്റ് ആണ് ടൈറ്റൻ ഇൻഡസ്ട്രീസ്. ടൈറ്റൻ ഇൻഡസ്ട്രീസിന്റെ എല്ലാ ഡിവിഷൻസും നല്ല രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോങ് റണ്ണിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് ടൈറ്റൻ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ വളരെ അട്രാക്റ്റീവ് വാല്യുവേഷനിലാണ്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വൊളാറ്റിലിറ്റി വരുമ്പോൾ കാര്യമായിട്ടുള്ള നെഗറ്റീവ് റിയാക്ഷൻസ് ഒന്നും കാണിക്കാൻ കുറവുള്ള സ്റ്റോക്കുകളാണ് ഈ സ്റ്റോക്കുകളൊക്കെ. അപ്പോൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഘട്ടമായിട്ട് വാങ്ങുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും. ഇന്നലെ അസംബ്ലി ഇലക്ഷൻ റിസൾട്ടുകളൊക്കെ വന്നു കഴിഞ്ഞിരുന്നു. വെസ്റ്റ് ബംഗാളിൽ കേന്ദ്രം ഭരിക്കുന്ന മുന്നണിക്കാണ് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് കമ്പനികളുടെ പെർഫോമൻസ് ബെറ്റർ ആവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലത്തെ ഇലക്ഷൻ റിസൾട്ട് തീർച്ചയായിട്ടും സൺ TV പോലുള്ള ഓഹരികൾക്ക് നെഗറ്റീവാണ്. ഓൾറെഡി ഇതിന്റെ ഇമ്പാക്റ്റിൽ ഇന്നലെ സൺ TV ഒക്കെ താഴെ പോയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് വാച്ച് ചെയ്തുകൊണ്ട് അതാത് സ്റ്റേറ്റുകളിൽ നിന്ന് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാവുന്ന കോർപ്പറേറ്റ് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിന്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമന്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.